ചിന്നുവിന്റെ സ്ഥാനത്ത് എന്റെ പൊന്നുമായിരുന്നെങ്കിൽ അവളെ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്റെ സർവ്വ സമ്പാദ്യങ്ങളും ഞാൻ കൊടുത്തേനെ. പക്ഷേ ചിന്നുവിന് വേണ്ടി ഞാൻ അതൊന്നും ചെയ്യില്ല. അമ്മേ, അവൾക്ക് നമ്മളല്ലാതെ ആരുണ്ടമ്മ? അവളുടെ കാര്യം വേറെ ആര് നോക്കും? അമ്മ വാശി കാണിക്കില്ല അമ്മേ. ഞാൻ അമ്മയുടെ കാല് പിടിച്ച് പറയാം, ചിന്നുവിന് വേണ്ടി നമുക്ക് ആ പണം കൊടുക്കാം അമ്മേ. നടക്കില്ല. ചിന്നു അനുഭവിക്കുന്നത് അവളുടെ വിധി. അതില് പങ്കുചേരാൻ ഇവിടെ ആരെയും നീ വിളിക്കണ്ട. അവളുടെ വിധി എന്താണോ അത് ദൈവം തീരുമാനിച്ചോട്ടെ. അമ്മേ, എന്തിനാ ചിന്നുമോളെ നീ കരയുന്നത്? നിന്റെ അനുചേച്ചി എന്താ പറഞ്ഞത്? പറ, ഹീരാമ്മ ഒന്ന് കേക്കട്ടെ. പണം തരാന്ന് അനുചേച്ചി പറഞ്ഞത്. പണം തരാന്ന് നിന്റെ അനുചേച്ചി സമ്മതിച്ചില്ലേ? പിന്നെ എന്തിനാ മോള് കരയുന്നേ? ഹീരാമ്മയുടെ ചിന്നുമോള് കരയില്ലേ? പണവും കൊണ്ട് നിന്റെ അനുചേച്ചി ഇങ്ങോട്ട് വരുമ്പോ ചിന്നുമോൾക്ക് അങ്ങോട്ട് പോവാ. എടാ ജോസേ, ഇന്ന് ചിന്നുവിന് വേണ്ടി പ്രത്യേകം ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. എന്റെ ചിന്നുമോൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതൊക്കെ വാങ്ങിക്കൊടുക്കണം. ഇവിടുന്ന് പോകുന്നത് വരെ എന്റെ ചിന്നുമോൾ സന്തോഷമായി ഇരിക്കണം. അതാണ് എന്റെ ആവശ്യം. എന്റെ അനുചേച്ചിയുടെ അത്രയും പണം ഇല്ല. ചോദിച്ച അത്രയും പണം തരാന്ന് നിന്റെ അനുചേച്ചി സമ്മതിച്ചതല്ലേ? അല്ലേ? പക്ഷെ അനുചേച്ചിക്ക് അതിന് കഴിയില്ല ഹീരാമ. അതൊക്കെ എന്തിനാ നീ ആലോചിക്കുന്നേ? പണം തരാന്ന് അവള് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് അവള് കൊണ്ടുവന്നിരിക്കും. നീ സ്വസ്ഥമായി പോയി കിടന്നുറങ്ങും. ജോസേ, ഇവിടെ കൊണ്ടുവയ്ക്കോ. വാഴിങ്ങോട്ട്. ഹീരാമേ, അവര് പണം തരാമെന്ന് സമ്മതിച്ചു. പക്ഷേ നമ്മളത് എവിടെ വെച്ചാ വാങ്ങേണ്ടത്? പറയാം, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ആരാണ് പണം വാങ്ങാൻ പോകേണ്ടത്? നമ്മൾ അങ്ങോട്ട് പോണ്ട. പണവുമായി അവരിങ്ങോട്ട് നമ്മളെ തിരക്കി വരും. ഹീരാമേ, ചിന്നുവിനെ കൊണ്ട് ഇങ്ങനെ പൂമംഗലത്തേക്ക് വിളിപ്പിക്കുന്നത് മണ്ടത്തരമല്ലേ? ഹീരാമയ്ക്ക് തന്നെ നേരിട്ട് വിളിക്കാമല്ലോ. വിളിക്കുമ്പോഴെല്ലാം പണം കൊണ്ടുവരണ്ടെന്നല്ലേ ചിന്നു അവരോട് പറയുന്നത്? എടാ, പണം കൊണ്ടുവരരുതെന്ന് ചിന്നു പറഞ്ഞാലും അവളുടെ ലക്ഷ്മിയമ്മ പണവുമായി ഓടി വരും. അല്ലെങ്കിൽ പണവുമായി ലക്ഷ്മി ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞയക്കും. ചിന്നുവിനെ പൂമംഗലത്തുള്ളവർക്ക് അത്ര ഇഷ്ടവാ. ആ ഇഷ്ടവാ ഹീരാമ്മ വിറ്റ് കാശാക്കാൻ പോകുന്നത്. ഗുരുവായൂരപ്പൻ എന്റെ പ്രാർത്ഥന കേൾക്കുന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലേ ഏട്ടത്തിയുടെ മനസ്സ് മാറിയത്. പക്ഷേ അംബികേന്റി, പൈസ കൊടുക്കാൻ അവസാനം മുത്തശ്ശൻ സമ്മതിച്ചാലോ? അപ്പൊ ചിന്നും കൂടെ തിരിച്ചു വരില്ലേ? അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല മീനാക്ഷി. നീ നോക്കിക്കോ. ഇല്ല അംബികേന്റി, മുത്തശ്ശൻ അവസാനം സമ്മതിക്കും. അല്ലെങ്കിൽ എന്നെ നോക്കിക്കോ. എന്താ നീ പറഞ്ഞത്? മുത്തശ്ശൻ പണം കൊടുക്കും തന്നെയാ ഞാൻ പറഞ്ഞത്. എരണം കെട്ട വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. പണം കൊടുക്കാനേ ഏട്ടൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഏട്ടത്തിയുടെ ഒപ്പം വേണ്ടേ? ഏട്ടത്തി ഒപ്പിടുന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അംബികേന്റി, സത്യമായിട്ടും എനിക്ക് പേടിയുണ്ട്. എന്റെ മനസ്സ് പറയുന്നു അവസാനം അപ്പന്റെ അച്ഛമ്മയും പണം കൊടുക്കാൻ സമ്മതിക്കൂന്ന്. ഏട്ടത്തി സമ്മതിക്കാനോ? അതും ഞാൻ ഇവിടെ ഉള്ളപ്പോ? മീനാക്ഷി, അക്കാര്യമൊക്കെ നീ എനിക്ക് വിട്ടേക്ക്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എടി, അന്ന് വിനയന്റെ വീട്ടിൽ വെച്ച് അവള് നിന്നോട് എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു? എന്താടി അന്ന് നീ പറഞ്ഞത് മറന്നുപോയോ? വെറുതെ അല്ല നീ ഗതി പിടിക്കാത്തത്. എടി, ഇങ്ങോട്ട് വരരുതെന്ന് നീ അവളോട് പറഞ്ഞപ്പോ അവള് നിന്നോട് പറഞ്ഞത് നീ മറന്നുപോയോ? നീയോ നിന്റെ അംബികാന്റെയോ വിചാരിച്ച എന്നെ തടയാൻ കഴിയില്ലെന്നും ഞാൻ പൂമംഗലത്തേക്ക് വന്നിരിക്കുമെന്നും അവള് പറഞ്ഞില്ലേ? ആ, അതെ അതെ, അവളങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പൊ നിനക്ക് ഓർമ്മ വന്നല്ലോ. എടി ചിന്നു,
നിനക്ക് വരാൻ കഴിയുമെങ്കിൽ നീ വന്ന് കാണിക്കേ. അത് ഞാനൊന്ന് കാണട്ടെ. നിനക്ക് വേണ്ടി 25 ലക്ഷം പോയിട്ട് 25 രൂപ ചിലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഏട്ടത്തെ മാറ്റിയെടുക്കാൻ ഈ അംബികയ്ക്ക് കഴിയും. അംബികയുടെ കളികൾ ഇനി നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. പ്രകാശേട്ടാ, എന്നെ സഹായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ചിന്നുവിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. എനിക്ക് അവളെ രക്ഷിക്കണം പ്രകാശേട്ടാ, രക്ഷിച്ചേ പറ്റൂ. എന്താണ് ഈ കാണിക്കുന്നേ? എനിക്ക് നിങ്ങൾ ചേട്ടന്മാരോടല്ലാതെ എനിക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ. അനു, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അനു, എന്തിനാ നീ അങ്ങനെ പറയാൻ പോയത്? അത് വേണ്ടാത്ത കാര്യമായിരുന്നില്ലേ? അത് ഇപ്പോഴെങ്കിലും നിനക്ക് ബോധ്യമായോ? അങ്ങനെ പറയല്ലേ ശരത്തേട്ടാ, ഇതല്ലാതെ എനിക്ക് വേറൊരു വഴിയും ഇല്ലായിരുന്നു. ഹീര ചിന്നുവിനെ തട്ടിക്കൊണ്ടു പോയിട്ട് എത്ര നാളായി, എന്നിട്ടും ഒരിക്കൽ പോലും അവർ നമ്മളെ വിളിച്ചിട്ടില്ലല്ലോ. ഞാൻ അന്ന് ടിവിയിലൂടെ എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഹീര ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്. അല്ലെങ്കിൽ അവരിപ്പോഴും ഇങ്ങോട്ട് വിളിക്കില്ലായിരുന്നു. അവര് ചോദിച്ച തുക അത് എത്രയാണെന്ന് നീ മറന്നിട്ടില്ലല്ലോ. 25 ലക്ഷം രൂപ. അതത്ര നിസ്സാരമായ തുകയല്ല. അറിയാ ശരത്തേട്ടാ, അത് വലിയ തുക തന്നെയാണെന്നറിയാം. നമ്മളത് കൊടുക്കണം, കൊടുത്തേ പറ്റൂ. നമ്മളുടെ വീട്ടിൽ ഇത്ര ആൾക്കാരില്ലേ, എല്ലാരും കൂടി ഒന്ന് ശ്രമിച്ചാ അവർ ചോദിച്ച പണം നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റും. അതിനുള്ള കഴിവ് നമുക്കില്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് ഹീര ചോദിച്ച പണം കൊടുക്കണം. എന്നെ സഹായിക്കില്ലേ ശരത്തേട്ടാ? പറ ശരത്തേട്ടാ, എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാൻ പറ്റൂ. എന്താ, ആരെങ്കിലും വിളിച്ചിരുന്നോ? അവരെന്തെങ്കിലും ചോദിച്ചോ? വിളിച്ചിരുന്നു. ചിന്നുവിനെ തിരിച്ചേരാൻ 25 ലക്ഷം രൂപയെ ചോദിക്കുന്നത്. അനു അന്നങ്ങനെ ടിവിയിലൂടെ പറഞ്ഞതുകൊണ്ട് ഗുണമുണ്ടായല്ലേ? അപ്പോ ഇനി എന്ത് ചെയ്യണമെന്ന് ജാനകി ചേച്ചി പറയുന്നേ? വേറെന്ത് ചെയ്യാനാ? 25 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ട് ചിന്നുവിനെ രക്ഷപ്പെടുത്തണം. പക്ഷെ ജാനകി ചേച്ചി, ഇത്രയും പണം എവിടെ നിന്ന് അറേഞ്ച് ചെയ്യണം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അമ്മ സഹായിക്കില്ലെന്നാ പറയുന്നേ. ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ച എന്നെ കൊണ്ട് അതിന് കഴിയോ? നീ വിഷമിക്കണ്ട അനു, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ജാനകി ചേച്ചി, 25 ലക്ഷം രൂപയൊക്കെ ഞാൻ വിചാരിച്ച പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ശരത്തെ, ഒരു കാര്യത്തിന് ആദ്യം വേണ്ടത് മനസ്സാ. അത് നീ മറന്നുപോയോ? ഈ ഒരു കാര്യത്തിന് ശരത്ത് അനുവിനൊപ്പം നിൽക്കുക വേണ്ടത്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര പൈസ അറേഞ്ച് ചെയ്യൂ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ശരത്തെ, നമുക്ക് മാക്സിമം ശ്രമിച്ചു നോക്കാം. നമുക്ക് പറ്റുന്ന അത്രയും പണം ഒപ്പിക്കാം. ബാക്കി അച്ഛനോട് ചോദിക്കാം. അത് വേണ്ട പ്രകാശേട്ടാ, അച്ഛനോട് പൈസ ചോദിക്കണ്ട. അച്ഛന് നമ്മളെ സഹായിക്കാൻ കഴിയില്ല. അമ്മ അതിന് സമ്മതിക്കില്ല. അമ്മ അങ്ങനെ പറഞ്ഞു എന്നൊന്ന് അറിയണമല്ലോ. അയ്യോ പ്രകാശേട്ടാ, അമ്മയായിട്ട് വഴക്കിടാൻ പോവല്ലേ. ഒരു കണക്കിന് അമ്മ പറഞ്ഞത് ശരിയാ. അമ്മ സ്വന്തം കൊച്ചുമക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പണം എന്തിനാ ചിന്നുവിന് വേണ്ടി ചെലവഴിക്കുന്നേ? മനസാക്ഷിയുള്ളവര് ഈ സമയത്ത് അങ്ങനെ അല്ലല്ലോ ചിന്തിക്കേണ്ടത്. അമ്മയെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്ന ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ദാ വരുന്നു. ശരത്തെ, ശരത്തിനെ കൊണ്ട് പറ്റുന്നത്രയും ഉണ്ടാക്ക്. വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും. നീ വിഷമിക്കണ്ട, ഞാനില്ലേ കൂടെ.